ലേറ്റസ്റ്റ് ആയിട്ട് ഭാഗ്യലക്ഷ്മി ഉണ്ടെങ്കിൽ ഒരു ചാനൽ ചർച്ചയിൽ വന്ന സമയത്ത് ഭാമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാമ തൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന അതേ ആൾ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നത്. എന്നിട്ട് കോടതിയിൽ വന്നപ്പോൾ അത് മാറ്റി പറഞ്ഞു എന്നുള്ളൊരു കാര്യവും അതിൽ ഭാമ എന്ന് പറയുന്ന ആ പെൺകുട്ടി എന്നോട് പേഴ്സണലി സംസാരിച്ചതാണല്ലോ. ഇത് ഇന്ന ആള് തന്നെയാണ് ചെയ്തത് എന്നിട്ട് കോടതിയിൽ വന്ന് മൊഴി മാറ്റി. എന്തുകൊണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ മൊഴി മാറ്റി എന്ന യാഥാർത്ഥ്യമാണ് ഭാഗ്യലക്ഷ്മി കോടതിക്ക് മുമ്പിലുള്ളത്. അതെ, ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഈ പോലീസിൽ ഒന്ന് പറഞ്ഞ് കോടതിയിൽ മറ്റൊന്ന് വന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് സംശയിക്കുക തന്നെ വേണം. കോടതിയുടെ മുമ്പിൽ ഈ പറയുന്ന തെളിവുകൾ നിരത്തി വെക്കുമ്പോൾ കോടതി കണ്ടില്ല എന്ന് നടിക്കുന്നു എന്ന് അതിജീവിത പറഞ്ഞാൽ, അല്ലെങ്കിൽ വിക്ടിം പറഞ്ഞാൽ, അത് നമുക്ക് മുഖവിലേക്ക് എടുത്തേ പറ്റൂ. ഇതായിരുന്നു ഭാഗ്യലക്ഷ്മി ആ ഒരു ചർച്ചയ്ക്കിടയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാമയ്ക്ക് അത് അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റി പറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. ഇതിലിപ്പം ഭാഗ്യലക്ഷ്മി പറയുന്നതാണോ സത്യം, അതോ ഭാമ ഇതും ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലയോ, എന്താണ് സത്യം എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഇനി ഭാമയുടെ സൈഡിൽ നിന്നൊരു റിപ്ലൈ വന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഭാഗ്യലക്ഷ്മി അടുത്ത് പറഞ്ഞു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്.